നമസ്കാരം. വലിയ വെള്ളിയാഴ്ച, ക്രിസ്തുവിൻ്റെ കുരിശുകയറ്റത്തിൻ്റെ ദിനം. സത്യം തമസ്കരിക്കപ്പെടുന്ന ഇത്തരം നിമിഷങ്ങൾ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലും നാം അറിയാതെ സംഭവിക്കാറുണ്ട്. പലപ്പോഴും സത്യത്തെ ക്രൂശിക്കുന്ന സന്ദർഭങ്ങൾ സൃഷ്ടിക്കുന്നവരായി നാം തന്നെ പരിണമിക്കാറുമുണ്ട്. ശരിക്കും ക്രിസ്തുവിൻ്റെ കുരിശുമരണ പരിസരങ്ങളിലെ ചില മനുഷ്യരുടെ സ്വഭാവങ്ങൾ നമ്മിൽ ആവർത്തിക്കപ്പെടുമ്പോഴാണ് പ്രിയരെ ഇങ്ങനെ ഉണ്ടാവുന്നത്. പല വായനകളിൽ നിന്നാണ് ഈ വ്യത്യസ്ത മനുഷ്യഭാവങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ളത്. വലിയ വെള്ളിയാഴ്ചയിലേക്കുള്ള പ്രയാണത്തിൻ്റെ ആദ്യ ഇടമായ ഗതസമനയിൽ തുടങ്ങാം. ജാഗ്രതയോടെ കൂട്ടിരിക്കാനെത്തിയ ശിഷ്യന്മാരുടെ ഉറക്കം നോക്കുക. സംഘത്തലവൻ പത്രോസാണ്. അയാളിൽ നിന്നും ഈ ദിനങ്ങൾ പുറപ്പെട്ട തിന്മകൾ ശ്രദ്ധിക്കണം. ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന സ്വയത്തിലുള്ള ആശ്രയവും അഹങ്കാരവും, പ്രാർത്ഥനാ സമയത്തെ ആലസ്യവും, പടയാളിയുടെ കാതറുക്കുന്ന നിയന്ത്രണമില്ലാത്ത കോപാവേശവും, ബന്ധിതനായ ക്രിസ്തുവിൽ നിന്ന് ഒരകലം പാലിച്ചുള്ള ഭീതിയോടുള്ള നടപ്പും, ശത്രുക്കൾക്കൊപ്പമുള്ള ഇരിപ്പും, കൂസലില്ലാതെ സത്യത്തെ തള്ളിപ്പറയുന്നതും, ശരിക്കും ഇയാളിൽ വെളിപ്പെടുന്ന ഈ തിന്മകളിൽ പലതും എന്നിലുമുണ്ട് സ്നേഹിത ഇന്നും. രണ്ടാമത് കയ്യാഫ എന്ന മഹാപുരോഹിതനാണ്, നുണ പറച്ചിലിൻ്റെ ആശാൻ. സമൂഹത്തിന് വേണ്ടി ഒരുത്തൻ മരിക്കുന്നത് നന്നെന്ന് പറഞ്ഞ് അവൻ ജനക്കൂട്ടത്തെ വല്ലാതെ ഇളക്കുന്നു. വേദങ്ങളും നിയമങ്ങളും എല്ലാം അറിയുന്ന ആളാണ്. എന്നാൽ സത്യത്തെ അംഗീകരിക്കാൻ തക്ക വിനയമില്ലാത്തവൻ. സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ ഏത് ഹീനമായ കച്ചവടത്തിനും കുടപിടിക്കുന്ന പുരോഹിതൻ. കോംപ്രമൈസുകളുടെ ആചാര്യൻ. വാക്കും പ്രവൃത്തിയും തമ്മിൽ വല്ലാത്ത അകലമുള്ളവൻ. കയ്യാഫാവിനെയും അക്കാലത്തെ മതപ്രമാണിത്വത്തെ മുഴുവനായി എടുത്താൽ ശരിക്കും ഞങ്ങൾ ഇന്ന് അണിഞ്ഞിരിക്കുന്ന ഇന്നത്തെ പൗരോഹിത്യവുമായി വല്ലാത്തൊരു സാദൃശ്യമുള്ളതുപോലെ. സത്യമായും സങ്കടമുണ്ട് പ്രിയരെ. നാട്യവും കാപട്യവും കൊണ്ട് സത്യം മറച്ചു പിടിക്കുന്ന നിമിഷങ്ങളോർത്ത്. മൂന്നാമത് പീലാത്തോസാണ്. ചെയ്യാമായിരുന്ന നന്മ ചെയ്തില്ല എന്നതാണ് അയാളിലെ തിന്മ. തൻ്റെ അധികാരം നഷ്ടമാകുമെന്ന ഭയം അയാളെ നീതി മറച്ചു വെക്കാൻ പ്രേരിപ്പിക്കുന്നു. സത്യമായും ചെയ്യരുതാത്തത് ചെയ്തു എന്നതിനേക്കാൾ ചെയ്യാമായിരുന്ന നന്മകൾ എത്രയോ വട്ടം ചെയ്യാതിരുന്നിട്ടുണ്ടെന്ന് നമുക്കറിയാമോ? നാലാമത് യൂദായാണ്. അയാളിങ്ങനെ സജീവമായി എപ്പോഴും നമ്മിലുള്ളത് മാതിരിയാണ് തോന്നുന്നത്. ഒപ്പം ഇരുന്നിട്ടും ആത്മമിത്രങ്ങളെ ഒറ്റുകൊടുക്കുവാനും അവർക്കെതിരെ ചതി ആലോചിക്കാനും പിന്നെ കടുത്ത നിരാശയിൽപ്പെട്ട് ഉള്ളം വെന്ത് തീരാനുമൊക്കെ എത്ര വട്ടം ഇടയായിട്ടുണ്ട്. ഒടുവിൽ പറയാനുള്ളത് ആ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദവും നിശബ്ദതയുമാണ്. അവനിൽ നിന്ന് അനവധി നന്മകൾ ലഭിച്ചവരാണ്. പീലാത്തോസിൻ്റെ അരമനയ്ക്ക് വെളിയിൽ തടിച്ചുകൂടിയ ആളുകളിൽ ഏറെയും. എന്നാൽ അവരാണ് ക്രൂശിക്ക എന്ന ശബ്ദമുയർത്തിയത്. മറ്റു ചിലരാകട്ടെ എതിർ ശബ്ദമുയർന്നതോടെ ആ നേരത്ത് കുറ്റകരമായ മൗനവും പുലർത്തി. നമുക്കെന്താണ് ഇവരിൽ നിന്ന് വ്യത്യാസമുള്ളത് അല്ലേ? അവൻ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന വിധമോർത്താൽ നാം അവനെ സ്തുതിക്കുന്നതിൽ എത്രയോ വിമുഖരാണ്. ഇനി അഥവാ നാം ഉയർത്തിയാൽ തന്നെ അത് തിരുനാമകീർത്തനം പാടുവാനല്ല, പിന്നെയോ പരിഭവങ്ങൾ പറയുവാനാണ്. ശരിക്കും ക്രിസ്തുവിന് പകരം ഇറങ്ങി വന്ന ബറാബാസിനെ പോലെയാണ് നാം പലപ്പോഴും. സത്യത്തെ ക്രൂശിലേക്ക് വിട്ട് നമ്മുടെ ദുഷ്ടതകളെയും വ്യാജ പ്രതിച്ഛായകളെയും പുറത്തേക്ക് വിടുന്ന സാമാന്യ മനുഷ്യഗതിയാണ് പ്രിയരെ നമ്മുടേത്. എന്നാൽ ഒന്നും മറക്കരുത്, ഇത്രമേൽ തിന്മകൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെട്ട അതേ ദിനം തന്നെയാണ് മനുഷ്യപുത്രനിൽ നിന്ന് പുറപ്പെടാനാവുന്ന വലിയ നന്മകളുടെ സാധ്യതകളെ ക്രിസ്തു കാട്ടിത്തരുന്നത്. ഒരു സ്വയനീതീകരണവും അവനിൽ നിന്നുയരുന്നില്ല. ഇതാണ് പ്രിയരെ അവൻ്റെ ആന്തരികതയുടെ ആഴം. പിന്നെ ആകെ പുറപ്പെട്ടതോ പ്രാർത്ഥന, ക്ഷമ, മൗനം. ഇതാണ് കുരിശിൽ വിരിയുന്ന പൂക്കൾ. പ്രാർത്ഥനയുടെ സൗരഭ്യവും ക്ഷമയുടെ നിറവും മൗനത്തിൻ്റെ ലാവണ്യവുമുള്ള കുരിശിൻ കുസുമങ്ങൾ. അതാവണം പ്രിയരെ തന്നെത്താൻ ത്യജിച്ച് അവൻ്റെ കുരിശുമെടുത്ത് അവൻ്റെ പിന്നാലെ പോകുന്നവരിൽ വിടരേണ്ട ജീവൽ ദളങ്ങൾ. നമസ്കാരം.